സംവിധായകരായ അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ എന്നിവർക്ക് പിന്നാലെ ലഹരി കേസിൽ കുടുങ്ങി റാപ്പർ വേടനും. യുവാക്കളുടെ ഹരമായി മാറിയ റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഞ്ചാവ് ഉപയോഗിച്ചതായി വേടൻ സമ്മതിച്ചതായും പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബാക്കി നിയമ നടപടികളിലേക്ക് കടക്കും. ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9.5 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി ചെയ്യുന്നു. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയിട്ട് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞത്. എത്ര പണം കിട്ടിയിട്ടുണ്ട് സാർ? ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞത്. അവർ നിലവിൽ 9 പേരാണ്. 9 അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. അതേസമയം റാപ്പർ വേടന്റെ മാലയിൽ നിന്ന് കണ്ടെത്തിയത് പുലിയുടെ പല്ലു തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് വേടന്റെ മൊഴി. വേടനെ വനംവകുപ്പ് ഉടൻ കസ്റ്റഡിയിലെടുക്കും. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും വനംവകുപ്പ് കേസെടുക്കുക. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, 9 ഗ്രാം മാത്രമാണ് 6 ഗ്രാം മാത്രമാണ് കഞ്ചാവ് കിട്ടിയത്. അതൊരു ദുർബലമാക്കുന്ന ഒരു കേസാണ്, അക്കാര്യം സംശയമില്ല. മറ്റെന്തൊക്കെ തെളിവുകൾ ഇയാളുടെ കഞ്ചാവ് ഉപയോഗം സംബന്ധിച്ചും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഇത്തരം മറ്റു ബന്ധങ്ങൾ സംബന്ധിച്ചുമൊക്കെ പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്? രഞ്ജിത്ത്, ഇപ്പോൾ ഈ 6 ഗ്രാം കഞ്ചാവ് എന്നുള്ള വാർത്ത ശരിക്കും ദുഷ്പ്രഭമാക്കിക്കൊണ്ടാണ് വേടന്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലാണ് എന്ന് ഫോറസ്റ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൂടെ തന്നെ അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. തായ്ലൻഡിൽ നിന്ന് കിട്ടിയത് എന്നാണ് വേടൻ മൊഴി നൽകിയിരുന്നത്. പക്ഷേ അതിൽ കൃത്യതയുണ്ട്. കാരണം പുലിപ്പല്ല് ഉപയോഗിക്കുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, അതായത് 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോറസ്റ്റുകാർ വേടനെ ഏറ്റുവാങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് 1 മുതൽ 999 ഗ്രാം വരെയുള്ളത് ബെയിലബിൾ ഒഫൻസ് തന്നെയാണ്. അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസ്, ഈ പുതിയ കേസ്, അത് നോൺ ബെയിലബിൾ ആണ്. അതായത് വേടന് ജാമ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക്, മിനിമം റിമാൻഡ് കാലാവധിയെങ്കിലും അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന വാർത്തയുടെ കഥ പൂർണ്ണമായും മാറുകയാണ്. അത് പൂർണ്ണമായും ഇപ്പോൾ വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത്. അത് കൃത്യമായി ഫോറസ്റ്റുകാർ, അതായത് നമ്മളിവിടെ ഉള്ളപ്പോൾ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. അവർ പരിശോധന നടത്തിയ ശേഷമാണ് അതിന് സ്ഥിരീകരണം വന്നത്. അതേസമയം വേടൻ അത് തായ്ലൻഡിൽ നിന്ന് കിട്ടിയതാണെന്നുള്ള മൊഴി നൽകിയിരുന്നു. നേരത്തെ CI സൂചിപ്പിച്ചതുപോലെ 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു. 9 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. വേടന്റെ ഫ്ളാറ്റിലുണ്ടായിരുന്നത്. അവരുടെ അറസ്റ്റ് നടപടികൾ രേഖപ്പെടുത്തിയിരുന്നതേയുള്ളൂ. അതായത് പരിശോധന ഇപ്പോഴും ഫ്ളാറ്റിൽ പൂർത്തിയായിട്ടില്ല. അതേസമയം ഈ സുഹൃത്തുക്കൾ വന്ന വാഹനങ്ങൾ രണ്ടും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ള സാഹചര്യത്തിൽ, അതുപോലെ ഇനിയും കഞ്ചാവ് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ, ഈ ലഹരി വസ്തുക്കൾ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള പരിശോധനകളും നടന്നു കഴിഞ്ഞു. അതിനുശേഷം സ്റ്റേഷനിൽ എത്തിച്ച ശേഷം, അതായത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉള്ള നടപടിക്രമങ്ങൾ, അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുക എന്ന് തന്നെയായിരുന്നു. 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതും ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒഫൻസിനുള്ള പ്രതിവിധി, ശിക്ഷാവിധി അതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ്. എന്തായാലും വേടന് ജാമ്യമില്ലാത്തൊരു വകുപ്പിലേക്ക് തന്നെയാണ് ഈ കേസ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഫോറസ്റ്റുകാർ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആ സ്ഥിരീകരണത്തിനൊടുവിൽ ഇനിയുള്ള നടപടികൾ വേടനെ ഈ കേസുമായി ബന്ധപ്പെട്ട, ഈ കഞ്ചാവ് കൈവശം വെച്ച കേസുമായി ബന്ധപ്പെട്ട വേടനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. പുണിത്തറ ഹിൽ പാലസ് സ്റ്റേഷനിലാണ് കേസുള്ളത്. അവിടെ എത്തിക്കും. അവിടെ എത്തിയ ശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വേടനെ ഏറ്റുവാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്.
എന്തായാലും ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ കഞ്ചാവ് കേസിൽ വേടന് ശിക്ഷ ഉണ്ടാവില്ല. ഇതിന് മുൻപുമുള്ള നിരവധി കഞ്ചാവ് കേസുകളിൽ ഇങ്ങനെ കഞ്ചാവ് കൈവശം വെച്ചവർ ഉപയോഗിച്ചവരൊക്കെ രക്ഷപ്പെട്ടതുപോലെ ഈ കേസിലും നമ്മൾ കൊട്ടിഘോഷിച്ച ഈ പറഞ്ഞ നേരത്തെ രാവിലെ മുതൽ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ ഈ വേടൻ ഉണ്ടാവില്ല. അയാൾ ഈസിയായി ഊരിപ്പോ അല്ലേ? കഞ്ചാവ് കേസിൽ അല്ലെങ്കിൽ പോലും പക്ഷേ ഇത് ഈസി ആയിട്ട് ഊരിപ്പോകുന്ന കേസല്ല രഞ്ജിത്ത്. കാരണം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഞ്ചാവ് കേസ് അന്വേഷിച്ചിട്ടാണ് എടുത്തു തുടങ്ങിയതെങ്കിലും പക്ഷേ ഫോറസ്റ്റുകാർ ഇതുമായി കൃത്യമായ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് കൈവശം വയ്ക്കുന്നത് അതല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആഭരണമായി ഉപയോഗിക്കുന്ന നോൺ വെയിലബിൾ ഒഫൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്കൾ അത് വേടൻ കുടുങ്ങി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചിരുന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ജാമ്യം ലഭിക്കുന്നത് തന്നെയായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഈസിയായി ഊരി പോരാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോഴങ്ങനെയല്ല. അത് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ല. ആ സാഹചര്യത്തിന്റെ നിറമൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വേടന്റെ പോസ്റ്റുകളും അതുപോലെ വേടൻ വേദികളിൽ ലഹരി വിമുക്ത ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അയാളുടെ പ്രോഗ്രാമിന്റെ ഇടയിൽ അച്ഛനെയും അമ്മമാരെയും കരയിപ്പിക്കരുത് എന്ന് തുടങ്ങിയ ഡയലോഗുകളോടുകൂടി ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ വലിയ പ്രചാരമൊക്കെ നടത്തിയിരുന്നെങ്കിലും അതുപോലും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാൾ അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്വതന്ത്ര ഗായകരിൽ സ്വതന്ത്ര സംഗീതജ്ഞന്മാരിൽ ഒരാളായ സംഗീത പ്രവർത്തകരിൽ ഒരാളായ വേടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുക എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് അല്ല നൽകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തതയാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും നമുക്കറിയാം വേടന്റെ വരികളിലെല്ലാം റോഹിംഗ്യൻ മുസ്ലിമിനെ പറ്റി സംസാരിക്കുന്നു, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പറ്റി സംസാരിക്കുന്നു, കുട്ടികളോട് നിങ്ങൾ കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ളവരാകുമെന്ന് ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനത്തിന്റെ ഒക്കെ ഇടയിലുമാണ് ഇത്തരം ഒഫൻസുകളിൽ വേടൻ വന്ന് പെട്ടത് എന്നുള്ളതാണ് അതിന്റെ വൈരുദ്ധ്യം, അതിലെ വൈരുദ്ധ്യത അതാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ കേസിന്റെ നിറം മാറുകയാണ്. കാരണം ഇത്ര നേരം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ 6 ഗ്രാം കഞ്ചാവേ ഉള്ളൂ, അത് ഈസിയായി സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ പോരാൻ പറ്റും. അത് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത് പറഞ്ഞതാണ്. 999 ഗ്രാം വരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ് എക്സൈസ് നിയമം അനുസരിച്ച്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അത് വിട്ടയക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വിചാരിച്ചിരുന്ന ഈ നേരം വരെ ഫോറസ്റ്റ് ഓഫീസർമാരുടെ സ്ഥിരീകരണം വരികയാണ്. ഇത് പുലിപ്പല്ലാണ് എന്നൊരു സ്ഥിരീകരണം വന്നതോടുകൂടി അതിന് നിറമാറുകയാണ്. എന്തായാലും വേടന ജാമ്യമില്ലാത്തൊരു വകുപ്പ് തന്നെയാണ്, അതല്ലെങ്കിൽ ജാമ്യം നോൺ വെയിലബിൾ ഒഫൻസ് തന്നെയാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം റിമാൻഡ് കാലാവധിയെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വേടൻ തൽക്കാലം കഞ്ചാവ് കേസിലല്ല കുടുങ്ങുക, പുലിപ്പല്ല് അത് കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ഒരു കേസിൽ ഒരുപക്ഷെ വേടൻ അറസ്റ്റിലേക്ക് പോയേക്കാം, റിമാൻഡിലേക്ക് പോയേക്കാം എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.